നമസ്കാരം, അസ്സാം വലൈക്കും. ഡയറ്റീഷ്യൻ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. നിങ്ങൾ GERD എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഗ്യാസ്ട്രോ ഇസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്നാണ് അതിന് പറയുന്നത്. അസിഡിറ്റി തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് വേർഷൻ. അതായത് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നെഞ്ചത്ത് കെട്ടി നിൽക്കുന്ന പോലെ തോന്നാം, ഒരു അസിഡിറ്റി മേപ്പോട്ട് കയറുന്ന പോലെ, ഭക്ഷണം കഴിക്കുന്ന മേപ്പോട്ട് കയറുന്ന പോലെ തോന്നാം, ഫുഡ് കഴിച്ച് തന്നെ ഓക്കാനം വരാം, അതുപോലെ തന്നെ ഛർദ്ദിക്കുക, കഴിച്ച ഭക്ഷണം മുഴുവൻ ഛർദ്ദിച്ച് പോവുക. ഇങ്ങനെയുള്ള ട്രബിൾസ് ഒക്കെ ഈ GERDക്ക് വരും. ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ ഡോക്ടേഴ്സ് പല ഇൻഫെക്ഷൻസ് ഒക്കെ കൊണ്ട് ഉണ്ടാവാറുണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും ഫുഡ് ഹാബിറ്റ് ഇതിൽ വളരെയധികം പ്രാധാന്യം ചെലുത്തുന്ന ഒന്നാണ്. കാരണം ഒരുപാട് കാലമായിട്ട് ഇപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള അൾസർ അല്ലെങ്കിൽ GERD പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഒരുപാട് ഗ്യാപ്പ് ഇടുക. ഇപ്പോൾ രാവിലെ കഴിച്ചിട്ട് നേരെ ഉച്ചയ്ക്ക് കഴിക്കുക, സമയമൊന്നും ഭക്ഷണം കഴിക്കാതെ, അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8:30-ക്ക് കഴിച്ചെങ്കിൽ നിങ്ങളൊരു 3-4 മണിയാകുമ്പോഴാണ് ലഞ്ച് കഴിക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള ട്രബിൾസ് വരാൻ സാധ്യതയുണ്ട്. വളരെ കാലം ഇതുപോലെയുള്ള ഫുഡ് ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്താലാട്ടോ ഈ പ്രോബ്ലം വരുന്നത്. ഇപ്പോൾ 1-2 ദിവസമൊക്കെ ഇങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് പ്രോബ്ലം ഒന്നും വരില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും മീൽസ് സ്കിപ്പ് ചെയ്യുമ്പോൾ ചിലർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഡിന്നർ കഴിക്കും, ലഞ്ച് കഴിക്കില്ല, അങ്ങനെ ഉള്ളവരും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ലഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചോറ് തന്നെ കഴിക്കണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ആ സമയത്തൊന്ന് കഴിച്ചാൽ മതി, വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന, ഇപ്പോൾ ഇഡ്ഡലി ദോശ ചിലർക്ക് ഉണ്ടാക്കാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം ആ ടൈമിൽ, ഇപ്പോൾ ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയതോ ഒരു മുട്ട പുഴുങ്ങിയതോ എങ്കിലും യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഓട്സ് വെറുതെ കാച്ചി കുടിച്ചാൽ മതി. എങ്ങനെയാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് വളരെ വലിയ അസുഖങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സമയത്തിന് കഴിക്കാനായിട്ട് നോക്കാം. നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകുന്നവരാണ്, എപ്പോഴും ടെൻഷനാണ് നിങ്ങൾക്ക്, അങ്ങനെയുള്ളവർക്കും ഈ GERD വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാട്ടോ. അതുപോലെ തന്നെ ആൾട്രേഷൻ ഇൻ സ്ലീപ്പ് ആൾട്രേഷൻ നിങ്ങൾക്കുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതും ഇതുപോലെയുള്ള GERD പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ അങ്ങനെയുള്ളവർക്കും വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. GERD വന്നു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാം. ചിലപ്പോൾ കണ്ടിന്യൂസ് വോമിറ്റിംഗ് നിങ്ങൾക്കുണ്ടാവാം, അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പം തന്നെ നിങ്ങൾ വോമിറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ളവർക്ക് 3-4 ദിവസം നമുക്ക് അബ്ഡോമിന് ഒരു റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് NBO പറയും, അതായത് ഭക്ഷണമൊന്നും വായി കൂടെ കഴിക്കരുതെന്ന് പറയാറുണ്ട്. വെറുതെ ട്രിപ്പ് മാത്രം ഇട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ കിടത്താറുണ്ട്. അത് നമ്മുടെ ബോഡിക്ക് ഒരു റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഭക്ഷണം കഴിച്ച് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോഫ്റ്റ് ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ, ഓട്സ് കുറുക്കിയത്, അതുപോലെ തന്നെ റാഗി പുല്ലുപൊടി കുറുക്കിയത്, അതുപോലെ കഞ്ഞി ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. കഞ്ഞി യൂസ് ചെയ്യാവുന്നതാണ്, കിച്ചടി യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ വേണം ആദ്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഇനി GERDക്ക് ഒഴിവാക്കേണ്ട ആഹാര സാധനങ്ങൾ, മൈദ ഒട്ടും പാടില്ല കേട്ടോ. മൈദ കംപ്ലീറ്റ്, മൈദയുടെ എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്നതാണ്. ബാക്കി എല്ലാ ഭക്ഷണങ്ങളും ചിലർക്ക് പറ്റും, ചിലർക്ക് പറ്റില്ല. ഇപ്പോൾ കുക്കുംബർ സാധാരണ അസിഡിറ്റി ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ്. കുക്കുംബർ, ആപ്പിള്, മുന്തിരി, അതുപോലെ നട്ട്സ്, ഇതൊക്കെ അസിഡിറ്റി ഉണ്ടാക്കും. ചിലർക്ക് ഗ്ലൂട്ടൻ ഉള്ള ആഹാര സാധനങ്ങൾ, അതായത് ഗോതമ്പ് പോലും ചിലർക്ക് അസിഡിറ്റി ഉണ്ടാക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ചിലർക്ക് പക്ഷേ അത് സൂട്ടബിൾ ആയിരിക്കും. ഇപ്പോൾ എനിക്ക് ആപ്പിൾ പറ്റത്തില്ലെങ്കിൽ വേറൊരാൾക്ക് ആപ്പിൾ കഴിച്ചാൽ പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ബോഡിക്ക് അനുസൃതമായിട്ട് ഏതൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ കണ്ടിട്ട് അല്ലെങ്കിൽ അതിനായിട്ടൊരു പർട്ടിക്കുലർ ഡയറ്റ് പ്ലാനൊന്നും പറ്റില്ല. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നിങ്ങൾക്ക് പറ്റുന്ന ആഹാര സാധനങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ചായ, കോഫിയുടെയൊക്കെ ഉപയോഗം പരമാവധി ഒഴിവാക്കി കഴിഞ്ഞാൽ അത് നല്ലതാണ്. പാല് യൂസ് ചെയ്യാവുന്നതാണ്, പാലിൻ്റെ പാട മാറ്റിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ പച്ചമഞ്ഞൾ പോലെയുള്ള കുറച്ച് സ്പൈസസ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊക്കെ നല്ലതായി അസിഡിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട്. ഇഞ്ചി, പച്ചമഞ്ഞൾ ഇതൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ നല്ല ജീരകം വളരെ നല്ലതാണ്. അയമോദകം യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേതെങ്കിലും ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും അത് നല്ലതാണ്. വേണ്ടിയിട്ട് യോഗ, മെഡിറ്റേഷനൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി ഒരുപാട് കൺട്രോൾ ആക്കി നിർത്താനായിട്ട് സാധിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വർക്കൗട്ട്. ഒരു ഹാഫ് ആൻ അവർ നിങ്ങളുടെ ജീവിത ശൈലിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ നിന്ന് നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, വർക്കൗട്ടിനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും ഈ GERD ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. GERD മാത്രമല്ല വേറെ എല്ലാ അസുഖങ്ങളും കൺട്രോൾ ചെയ്യുന്നതിന്
എക്സസൈസ് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എക്സസൈസ് ഒരു റുട്ടീനാക്കി മാറ്റാം. വെള്ളം ധാരാളം കുടിക്കുക, നന്നായിട്ട് സ്ലീപ്പ് വേണം, ടൈംലി ഫുഡ് കഴിക്കാനായിട്ട് നോക്കാം. ഒരു പ്രാവശ്യം GERD വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് നിങ്ങളുടെ ഫുഡ് ഇൻടേക്കൊക്കെ കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മതി. കൂടുതൽ അഡ്വാൻസ്ഡ് സ്റ്റേറ്റിലാണെങ്കിൽ ഡോക്ടേഴ്സ് മെഡിസിൻസ് പറയാറുണ്ട്, മെഡിസിൻസ് പ്രോപ്പറായിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അസിഡിറ്റി പോലെയുള്ള ട്രബിൾസ് ഒക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.